ഇനി നമുക്ക് തമിഴിൽ റിലീസായ ഒരു ആന്തോളജി വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ? കുറച്ച് അഡൽട്ട് കണ്ടന്റ് ഒക്കെ ഉണ്ട്, ലെസ്റ്റ് സ്റ്റോറീസ് ഒക്കെ പോലെ. ഇതിൽ മുഴുവനായി 4 കഥകളാണുള്ളത്. എങ്കിൽ നമുക്ക് വേഗം ഓരോ കഥയിലേക്കും കടന്നാലോ? കഥ തുടങ്ങുമ്പോൾ ഫെലിക്സ് എന്ന പയ്യൻ തന്റെ അച്ഛനൊപ്പം ഇരുന്ന് TV കാണുകയായിരുന്നു. ഒരു ഇംഗ്ലീഷ് സിനിമയാണ് അവർ കാണുന്നതും. അതിൽ കിസ് സീൻ വന്നതും അച്ഛൻ ഉടനെ തന്നെ TV ഓഫ് ചെയ്ത് കളയുന്നു. അത് കണ്ട ഫെലിക്സ് ചോദിക്കും, എന്തിനാ അച്ഛൻ TV ഓഫ് ചെയ്തേ? ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് കേട്ട അച്ഛൻ പറയും, നിനക്ക് നാളെ സ്കൂളിൽ പോകണ്ടേ, പോയിരുന്ന് ഹോംവർക്ക് ഒക്കെ എഴുത് എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. പ്രേയറൊക്കെ ചെയ്തതിനു ശേഷമാണ് അവർ ഉറങ്ങാനായി കിടക്കുന്നതും. അടുത്ത ദിവസം ഫെലിക്സിന്റെ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ക്ലാസ് റൂമിൽ തമിഴ് അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അധ്യാപകൻ കുന്തി ദേവിയെ പറ്റിയാണ് ക്ലാസ് എടുക്കുന്നത്. കുന്തി ദേവി സൂര്യഭഗവാനെ നോക്കിയപ്പോൾ പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോൾ അത് കേട്ട സമീറ എന്നൊരു പെൺകുട്ടി അടുത്തിരിക്കുന്ന കൂട്ടുകാരിയോട്, അതെങ്ങനെയാടി ഈ സൂര്യനെ നോക്കുമ്പോൾ പ്രഗ്നന്റ് ആകുന്നത്? അതാണെങ്കിൽ കൂട്ടുകാരിക്കും അറിയത്തില്ല. അവൾ പറയും, എനിക്കറിയത്തില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് ആ സ്കൂളിൽ തന്നെ സയൻസ് അധ്യാപികയായ മല്ലികയാണ്. മല്ലിക വേഗം ക്ലാസ്സിലേക്ക് പോവുകയാണ്. മല്ലിക ഓടുന്നത് കണ്ട് തമിഴ് അധ്യാപകൻ ചോദിക്കും, ടീച്ചർ യഥാർത്ഥത്തിൽ സയൻസ് അധ്യാപിക ആവേണ്ടതല്ല, PT ടീച്ചർ ആകേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നു. ആ ഓടുന്നത് കണ്ടിട്ട് കളിയാക്കി പറയുന്നതാണ്. ഈ മല്ലികയാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ തമിഴ് സാറും വിവാഹം കഴിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് തമിഴ് സാറും മല്ലികയെ കാണുമ്പോൾ കളിയാക്കും. സാറിന് എന്റെ കൂടെ വല്ല ഒരു ക്രഷും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ മല്ലിക മറ്റൊരു അധ്യാപികയോട് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ചേച്ചിയോടൊപ്പം സ്കൂട്ടിയിൽ പോവുകയായിരുന്നു സമീറ. സമീറ ആരെന്നാൽ ക്ലാസ്സിൽ വെച്ച സംശയം ചോദിച്ച കുട്ടിയില്ലേ, അവളാണ് സമീറ. അവൾ ചേച്ചിയോട് ചോദിക്കും, ചേച്ചി, നമ്മുടെ സാറ് ക്ലാസ് എടുത്തപ്പോൾ കുന്തിദേവി സൂര്യൻ നോക്കിയപ്പോഴാണ് പ്രഗ്നന്റ് ആയതെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമോ? എങ്ങനെയായി പ്രഗ്നന്റ് ആകുന്നത്? അത് കേട്ട ചേച്ചി പറയും, ഞാനിത് എങ്ങനെയാ നിന്നോട് പറയുന്നത്, എന്നാലും പറയാം. ഉമ്മ കൊടുക്കുമ്പോഴാണ് പ്രഗ്നന്റ് ആകുന്നതെന്ന് ചേച്ചി പറയുന്നു. ചേച്ചി ആ ഒരു വിഷയം അവിടെ നിന്ന് ഒഴിവാക്കി കളയുകയാണ് ചെയ്തത്. അവൾ അതും വിശ്വസിച്ച് ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ്. ഒരിക്കൽ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന തമിഴ് സാറാണെങ്കിൽ എന്തോ കാര്യം ബോർഡിൽ എഴുതുന്നു. അതെന്തോ സെക്സ് സംബന്ധിച്ചതായിരുന്നു. അത് സാറ് അത് വേണ്ട, വേറെ മാറ്റി എഴുതാമെന്ന് പറഞ്ഞ് മാറ്റും കളയുകയാണ്. അത് ശ്രദ്ധിച്ച ഫെലിക്സ് ആണെങ്കിൽ, സാർ എന്താ ഇപ്പോൾ എഴുതിയത്? അതെന്തിനാ മാച്ചു കളഞ്ഞത്? അതിന്റെ അർത്ഥം എന്തായിരിക്കും എന്നൊക്കെ കൂട്ടുകാരനോട് ചോദിക്കുന്നു. അപ്പോൾ കൂട്ടുകാരൻ പറയും, എനിക്കറിയത്തില്ല, നീ ഒരു കാര്യം ചെയ്യ്, സമീറയോട് ചോദിക്കാനായിട്ട്. അങ്ങനെ അവൻ സമീറയോടത് ചോദിക്കുന്നു. അത് തമിഴ് സാറ് കാണുകയും ചെയ്തു. രണ്ടുപേരെയും എഴുന്നേറ്റ് നിൽപ്പിച്ചിട്ട് എന്താണ് കാര്യം ചോദിച്ചത്, എന്തിനാണ് ക്ലാസ്സിനിടയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ സാർ ചോദിക്കുമ്പോൾ സമീറയാണെങ്കിൽ എന്താണ് അവൻ ചോദിച്ചതെന്ന് സാറിനോട് പറഞ്ഞു. അത് കേട്ട് ദേഷ്യം വന്ന സാറാണെങ്കിൽ അവരെ രണ്ടുപേരെയും ക്ലാസ്സിന് പുറത്താക്കി. സമീറയല്ല, ഫെലിക്സിനെയും കൂട്ടുകാരനെയും. രണ്ടുപേരും ക്ലാസ്സിന് വെളിയില് മുട്ടുകുത്തി നിൽക്കുകയാണ്. അപ്പോൾ ഫെലിക്സ് തന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ആ സമീറ കാരണമല്ലേ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിന് വെളിയിൽ നിൽക്കേണ്ടി വന്നത്. അവളോട് എനിക്ക് പ്രതികാരം വീട്ടണമെന്ന് ഫെലിക്സ് കൂട്ടുകാരനോട് പറയും. കൂട്ടുകാരനും അതിന് കൂട്ടുനിൽക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് മല്ലിക ടീച്ചറിനെ പ്രിൻസിപ്പാൾ വിളിപ്പിക്കും. എന്നിട്ട് ടീച്ചറിനോട് പറയും, കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ടീച്ചറല്ലേ സയൻസ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ടീച്ചർ എടുക്കുവാനായും പറയും. എന്നാൽ അത് കേട്ട മല്ലികയാണെങ്കിൽ, ഞാൻ എങ്ങനെയാ അതൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് സാറിനോട് ചോദിക്കുന്നു. അതിനെന്താ പ്രശ്നം? അത് പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം? അതറിയാത്തത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത്. നമ്മൾ നല്ലതിനു വേണ്ടിയല്ലേ ചെയ്യുന്നതെന്ന് ടീച്ചറിനോട് പറയുന്നു. അങ്ങനെ ടീച്ചർ മനസ്സില്ലാ മനസ്സോടെ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കുവാനായും തയ്യാറാകുന്നു. മറ്റൊരു വശത്ത് സമീറ വരുമ്പോൾ സമീറയോടൊപ്പം സംസാരിക്കുവാനായിട്ട് ഫെലിക്സ് നിൽക്കുകയാണ്. ഒരു വഴക്കിനുള്ള പ്ലാനായിരുന്നു. എന്നാൽ സമീറ അടുത്തെത്തിയതും കൂട്ടുകാരനാണെങ്കിൽ ഫെലിക്സിനെ പിടിച്ച് പോയി സംസാരിക്കടാ എന്ന് പറഞ്ഞ് തള്ളുന്നു. ഫെലിക്സ് കാലുവഴുതി സമീറയുടെ ദേഹത്തേക്ക് വീണ് അവളുടെ കവിളിൽ അറിയാതെ ഒരു ഉമ്മ കൊടുത്തു. സമീറയാണെങ്കിൽ അലറിക്കരയുകയാണ്. അവളുടെ മനസ്സിൽ ഉമ്മ കൊടുത്താൽ കൊച്ചുങ്ങൾ ജനിക്കുമെന്നാണല്ലോ. ഫെലിക്സും കുറ്റബോധം കാരണം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അന്ന് വൈകിട്ട് തന്റെ ചേച്ചിയോടൊപ്പം സ്കൂട്ടിയിൽ പോവുകയായിരുന്ന സമീറ ചേച്ചിയോട് ചോദിക്കും, ചേച്ചി, ഉമ്മ കൊടുത്താൽ കൊച്ചുങ്ങൾ ജനിക്കുമോ? സമീറയുടെ ചോദ്യം കേട്ടിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നെങ്കിലും അതെ, ഉമ്മ കൊടുത്തിട്ടാണ് കൊച്ചുങ്ങൾ ജനിക്കുന്നതെന്ന് പറയുന്നു. അത് കേട്ടതും സമീറയ്ക്ക് ടെൻഷൻ ആകുവാനായും തുടങ്ങി. വീട്ടിലെത്തിയ സമീറ, അയ്യോ, ആ ഫെലിക്സ് എന്നെ ഉമ്മ വെച്ചല്ലോ, ഞാൻ പ്രഗ്നന്റ് ആകും, എനിക്ക് കുഞ്ഞ് ജനിക്കും എന്നൊക്കെ പറഞ്ഞ് സമീറ പൊട്ടിക്കരയുകയാണ്. അടുത്ത ദിവസം സ്കൂളിലെത്തിയ മല്ലിക ടീച്ചറാണെങ്കിൽ തന്റെ കൂട്ടുകാരെ ടീച്ചറിനോട് താൻ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്ന കാര്യം പറയും. അത് കേട്ട് ടീച്ചർ ചോദിക്കും, അതെന്താ ടീച്ചറെ കുഴപ്പം? ക്ലാസ് എടുത്താൽ എന്താ പ്രശ്നം? ടീച്ചറിന് വല്ല നാണക്കേടുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ്, എനിക്കെന്ത് നാണക്കേട്, ഞാനൊരു ടീച്ചറല്ലേ, അതെന്റെ കടമയല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ മല്ലിക പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. എന്നാലും മല്ലികയ്ക്ക് മനസ്സിലൊരു നാണക്കേടൊക്കെയുണ്ട്. ആൺകുട്ടികളൊക്കെയുള്ള ക്ലാസ്സല്ലേ, ഞാൻ എങ്ങനെയായി സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെ മല്ലിക ചിന്തിക്കുന്നുമുണ്ട്.
അതേസമയം തന്നെ സ്കൂളിലെത്തിയ ഫെലിക്സ് ആണെങ്കിൽ സമീറയോട് മാപ്പ് പറയുവാനായും തീരുമാനിച്ചിരിക്കുകയായിരുന്നു. സമീറയാണെങ്കിൽ ഒരേ കരച്ചിൽ. സമീറയാണെങ്കിൽ ഫെലിക്സിനെ മാറ്റി നിർത്തിയിട്ട്, നീ എന്തിനാ എനിക്ക് ഉമ്മ തന്നത്? ഉമ്മ വെച്ചാൽ ഉറപ്പായും പ്രഗ്നന്റ് ആകുമെന്നാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ കരയുകയാണ്. അത് കേട്ട് ഫെലിക്സും ഞെട്ടി നിൽക്കുന്നു. ഒരിക്കൽ മല്ലിക ടീച്ചറിനെ വീട്ടിൽ പെണ്ണ് കാണുവാനായിട്ട് ആള് വന്നിരിക്കുകയായിരുന്നു. എത്രയും വേഗം റെഡിയായി വരുവാനായി അമ്മ മല്ലിക ടീച്ചറിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ ഫെലിക്സിനാണെങ്കിൽ ആകെ ടെൻഷൻ. അവൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ഉമ്മ വെച്ചാൽ കൊച്ചുങ്ങൾ ഉണ്ടാകുമെന്നാ പറയുന്നത്, അതുകൊണ്ട് സമീറയെ ഞാൻ വിവാഹം കഴിക്കുവാനായും തീരുമാനിച്ചെന്ന് ഫെലിക്സ് പറയും. അത് കേട്ട കൂട്ടുകാരൻ പറയും, എടാ, ഉമ്മ വെച്ചാലൊന്നും അല്ല കൊച്ചുങ്ങൾ ഉണ്ടാകുന്നത്, അതിന് വേറെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു CD അവനെ ഏൽപ്പിക്കും. ഈ കൂട്ടുകാരന് കാര്യങ്ങളൊക്കെ ഒരുവിധം നന്നായി അറിയാം. എന്നാൽ ഫെലിക്സ് ആണെങ്കിൽ ഉടനെ തന്നെ ആ ഒരു CD എടുത്ത് തന്റെ നോട്ട്ബുക്കിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. അതേ സമയമായിരുന്നു മല്ലിക ടീച്ചർ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കുവാനായിട്ട് ക്ലാസ്സിലേക്ക് വരികയായിരുന്നു. ടീച്ചറിനാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. എങ്ങനെ ഞാൻ ഇതൊക്കെ പഠിപ്പിക്കും? അത് മാത്രമല്ല, ആൺകുട്ടികളും ഒരുപാട് ക്ലാസ്സിലുണ്ട്. കുട്ടികളൊക്കെ ടീച്ചറിനെ കാണുമ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നുമുണ്ട്. അവർക്കും അറിയാം ടീച്ചർ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന്. എന്നാൽ മല്ലികയാണെങ്കിൽ ക്ലാസ്സിലേക്ക് വന്നതും പ്രശ്നക്കാരായ ആൺപിള്ളേരെയൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ക്ലാസ്സിന് പുറത്താക്കി. അങ്ങനെ കുറച്ചുപേർ മാത്രമുണ്ട്. അങ്ങനെ ബോർഡിൽ സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും എഴുതുവാനായി തുടങ്ങുന്ന സമയത്ത് ടീച്ചറിന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എടുക്കണ്ട എന്ന് തീരുമാനിച്ച് നമ്മുടെ സമീറയോട് റെക്കോർഡ് കളക്ട് ചെയ്യുവാനായും പറഞ്ഞു. സമീറയാണെങ്കിൽ റെക്കോർഡ് കളക്ട് ചെയ്ത് ടീച്ചറിനെ ഏൽപ്പിക്കുകയും ചെയ്തു. റെക്കോർഡ് ബുക്കും കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിലേക്ക് പോവുകയായിരുന്ന മല്ലികയാണെങ്കിൽ പ്യൂണിനെ കാണുകയാണ്. പ്യൂണിനോട് ഒരു ഭക്തിഗാനത്തിന്റെ CD മല്ലിക ചോദിച്ചിരുന്നു. മല്ലികയുടെ വീട്ടിൽ ബൊമ്മക്കുലുവൊക്കെ വെക്കുമല്ലോ, അന്നിടാൻ വേണ്ടിയിട്ടുള്ള കാസറ്റായിരുന്നു അത്. അങ്ങനെ അതും വാങ്ങി മല്ലിക പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ഫെലിക്സ് ആണെങ്കിൽ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ഞാനല്ല ഇത് കാണേണ്ടത്, യഥാർത്ഥത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അവളാണ്, അതുകൊണ്ട് നമുക്ക് സമീറയെ CD ഏൽപ്പിക്കാമെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറയും, വേണ്ട, ആദ്യം ഇത് നീ കാണ് എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും അതേ ചൊല്ലി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം പുറത്തേക്കിറങ്ങി സമീറയെ കാണുവാനായി പോകുന്നു. എന്നിട്ട് CD ഏൽപ്പിക്കുവാനായി നോക്കുന്ന സമയത്ത് CD ഇല്ല. കാരണം ആ CD വെച്ചിരുന്ന ബുക്കാണ് സമീറ കളക്ട് ചെയ്ത് ടീച്ചറിന് കൊടുത്തതും ആ ഒരു റെക്കോർഡ് ബുക്കിലാണ് അവൻ CD വെച്ചതും. സ്റ്റാഫ് റൂമിൽ പോയി എങ്ങനെയും ആ CD ഒപ്പിക്കണമെന്ന് കൂട്ടുകാരൻ ഫെലിക്സിനോട് പറയുന്നു. അതേസമയം മല്ലികയാണെങ്കിൽ പ്രിൻസിപ്പാലിനെ കാണുവാനായിട്ട് വന്നിട്ട്, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണെന്ന് പറയും. അപ്പോൾ സാറ് പറയും, അതിന് ഇത്രയും നാണം കെടുന്ന കാര്യം എന്താ? ആ ഒരു ക്ലാസ് എടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ടീച്ചർ ആദ്യം മനസ്സിലാക്കുവാനായി സാറ് പറയുകയാണ്. അങ്ങനെ മല്ലിക ഒന്ന് ചിന്തിക്കും. അതേസമയം തന്നെ ഫെലിക്സ് ആണെങ്കിൽ സ്റ്റാഫ് റൂമിലെത്തി CD കൈക്കലാക്കുകയാണ്. എന്നിട്ട് അവർ വീട്ടിലേക്കും പോകുന്നു. മല്ലികയും മല്ലികയുടെ വീട്ടിലേക്ക് പോയി. അന്ന് ബൊമ്മക്കുലുവായിരുന്നു. മല്ലികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനും ചെറുക്കന്റെ വീട്ടുകാരും എല്ലാവരും മല്ലികയുടെ വീട്ടിലുണ്ടായിരുന്നു. മല്ലിക അപ്പോൾ കുളിക്കുവാൻ നിൽക്കുന്ന സമയമായിരുന്നു. അമ്മ എത്രയും വേഗം കുളിച്ച് റെഡിയായി വരുവാനായി മല്ലികയോട് പറഞ്ഞിട്ട് മല്ലികയുടെ ബാഗിൽ നിന്നും ആ ഒരു ഭക്തിഗാനത്തിന്റെ CD എടുത്തുകൊണ്ടു പോകുന്നു. അതേസമയം തന്നെ റൂമിലിരിക്കുകയായിരുന്ന ഫെലിക്സിന്റെ കയ്യിൽ നിന്നും അച്ഛനും CD പൊക്കുകയാണ്. അവന്റെ കയ്യിലിരിക്കുന്ന CD എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ അത് പ്ലേ ചെയ്യും. അതേസമയം തന്നെയായിരുന്നു മല്ലികയുടെ വീട്ടിലും അമ്മ ആ CD പ്ലേ ചെയ്തതും. അപ്പോൾ ഫെലിക്സിന്റെ വീട്ടിൽ ഭക്തിഗാനമാണ് കേട്ടത്. അതോടുകൂടി ഫെലിക്സ് സേഫായി. എന്നാൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ആർക്കാ? മല്ലിക ടീച്ചറിന്. മല്ലിക ടീച്ചർ കുളിച്ചിട്ട് ഇറങ്ങി വന്നതും എന്തൊക്കെയോ ശബ്ദങ്ങൾ അവിടെ കേൾക്കുകയാണ്. എന്തെന്നാൽ അഡൽട്ട് വീഡിയോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവിടെ നിന്ന് വേഗം വെപ്രാളപ്പെട്ട് കുട്ടികളെ ഒക്കെ വിളിച്ച് ഓടിപ്പോകുന്നു. അവൾ വന്നു നോക്കിയതും സംഭവം കൈവിട്ടു പോയിരിക്കുന്നു. അവളുടെ അമ്മയാണെങ്കിൽ ഒരൊറ്റ അടി കവിളിന് കൊടുക്കുകയാണ്. മല്ലിക കരഞ്ഞുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ തന്നെ നിൽക്കുകയാണ്. അടുത്ത ദിവസം സ്കൂളിലെത്തിയ ഫെലിക്സ് നടന്ന കാര്യങ്ങളെല്ലാം കൂട്ടുകാരനോട് പറയുന്നു. എന്ത്, നീ കേട്ടത് ഭക്തിഗാനമോ? ഞാൻ അതല്ലല്ലോ തന്നത്, നീ എവിടെന്നാ CD എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അത് റെക്കോർഡ് ബുക്കിന് മുകളിലിരുന്ന CD ആണെന്ന് അവൻ പറയുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ പ്യൂണ് മല്ലികയ്ക്ക് കൊടുത്ത CD ആയിരുന്നല്ലോ. അതേസമയം തന്നെ മല്ലിക സ്കൂളിലേക്കും വരികയാണ്. പ്യൂണല്ലേ തനിക്ക് ഈ ഒരു CD തന്നത്, അതെന്താണെന്ന് പ്യൂണിനോട് തന്നെ ചോദിക്കാമെന്ന് കരുതി പ്യൂണിനോട് അതിൽ എന്തായിരുന്നു ഉള്ളതെന്ന് ചോദിക്കും. പ്യൂൺ പറയും, അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഭക്തിഗാനമായിരുന്നു, അല്ലാതെ വേറെന്താന്ന് ചോദിക്കുമ്പോൾ പ്യൂൺ അതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള കാര്യം മല്ലികയ്ക്ക് മനസ്സിലായി. അങ്ങനെ മല്ലിക റെക്കോർഡ് ബുക്കുമായി ക്ലാസ്സിലേക്ക് വരികയാണ്. മല്ലികയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരും. എന്തെന്നാൽ അമ്മ പറഞ്ഞിരുന്നു, ഒരു ബുക്ക് എടുത്ത സമയത്താണ് അതിൽ നിന്ന് CD വീണത്. മല്ലികയുടെ ബാഗിലിരുന്ന ബുക്കായിരുന്നു അത്. അപ്പോൾ മല്ലികയ്ക്ക് ഈ ഒരു റെക്കോർഡ് ബുക്കിനകത്തായിരിക്കും സംഭവം ഉണ്ടായിരിക്കുക. അതാരെന്ന് കണ്ടെത്തണമെന്നും മല്ലിക തീരുമാനിക്കുന്നു. അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് റെക്കോർഡ് ബുക്ക് കൊടുക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഭാവവ്യത്യാസം വരുന്നോ എന്ന് അവൾ ശ്രദ്ധിക്കും. അപ്പോൾ ഫെലിക്സ് ആണെങ്കിൽ റെക്കോർഡ് ബുക്ക് വാങ്ങാൻ വന്നതും പെട്ടെന്ന് സീറ്റിൽ വന്നിരുന്ന് വെപ്രാളത്തോടെ മറിച്ചു നോക്കുന്നത് ടീച്ചർ കാണുന്നു. അപ്പോൾ മല്ലികയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, ഈ ഫെലിക്സിന്റെ CD തന്നെയായിരുന്നു അതെന്ന്. സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ കുറവുകൾ എന്താണെന്ന് മല്ലികയ്ക്ക് അപ്പോൾ മനസ്സിലായി. അങ്ങനെ മല്ലിക ധൈര്യത്തോടെ ബോർഡിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് എഴുതിയിട്ടതിനു ശേഷം ക്ലാസ് എടുക്കുവാനായി ആരംഭിക്കുന്നു. മല്ലികയ്ക്ക് തന്നെ ഒരു ധൈര്യം കിട്ടി.
അതോടെ ഫസ്റ്റ് സ്റ്റോറി അവസാനിക്കുകയാണ്. പിന്നീട് സെക്കൻഡ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. സെക്കൻഡ് സ്റ്റോറി ആരംഭിക്കുന്ന സമയത്ത് രഘു എന്നൊരാൾ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൻ വെയിറ്റ് ചെയ്ത ആൾ അവിടേക്ക് കടന്നു വരുന്നു. അത് പ്രിയ എന്നൊരു പെൺകുട്ടിയായിരുന്നു. ഇവർ രണ്ടുപേരും കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രണയിച്ചിരുന്നതായിരുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളാൽ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റാതായി. രണ്ടുപേരും രണ്ട് ജീവിതത്തിലേക്കും പോയി. അവർ രണ്ടുപേരും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നതും. അങ്ങനെ അവർ പ്രണയിച്ചിരുന്ന സമയത്ത് നിമിഷങ്ങളൊക്കെ അവർ പങ്കുവെക്കുന്നുമുണ്ട്. പഠിക്കുന്ന സമയത്ത് ഒരുപാട് റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിട്ടുമുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തെ പറ്റിയും പണ്ടത്തെ കാര്യങ്ങളെ പറ്റിയും ഒക്കെ അവർ സന്തോഷത്തോടെ ചർച്ച ചെയ്യുന്നുമുണ്ട്. നമുക്ക് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന് സഹാന എന്ന പേര് വെക്കണമെന്ന് പ്രിയ രഘുവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അവർ വേറെ വിവാഹം കഴിക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ട് രഘു തന്റെ മകൾക്ക് സഹാന എന്നാണ് പേര് വെച്ചതെന്നും പ്രിയയോട് പറയുകയാണ്. പ്രിയ പറയും, എനിക്കും അതായിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നില്ല. ഞാൻ സുജി എന്നാണ് എന്റെ മകൾക്ക് പേര് വെച്ചതെന്നും പറയുകയാണ്. അപ്പോൾ രഘു പറയും, പണ്ട് പ്രണയിക്കുന്ന സമയത്ത് നിന്നെ എങ്ങനെയാണോ ഞാൻ കണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും നീ ഉള്ളതെന്നും പ്രിയയോട് പറയുകയാണ്. പ്രിയയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നാണമൊക്കെ വരുന്നു. നീയും പഴയതുപോലെ തന്നെ, ആകെ ഒരു വ്യത്യാസമുണ്ട്, നിനക്ക് കുറച്ച് കുടവേർ വന്നു, അത് തന്നെയെന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയാണ്. അപ്പോൾ രഘു ചോദിക്കും, നിന്റെ വിവാഹ ജീവിതം എങ്ങനെയുണ്ട്, നിന്റെ ഭർത്താവ് എങ്ങനെ, പാവമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പ്രിയ പറയും, വിവാഹ ജീവിതം കുഴപ്പമില്ല, എന്നാൽ കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. എന്നോടൊപ്പം ഒന്നിനും താല്പര്യമില്ല. കുഞ്ഞ് ജനിച്ചതിൽ പിന്നെ ടോട്ടലായിട്ടും എന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്നും പ്രിയ പറയുന്നു. അത് കേട്ട് രഘു ചോദിക്കും, സെക്ഷലി വീക്കാണെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവൾ പറയും, അങ്ങനെയല്ല, പക്ഷെ എന്നോടൊപ്പം ഒന്നിനും താല്പര്യമില്ല, അത് തന്നെയാണ്. മുൻപത്തെ പോലെയല്ല, എപ്പോഴും ബിസിയാണെന്നും അവൾ പറയുന്നു. സങ്കടത്തോടെയാണ് അവൾ ആ കാര്യങ്ങളെല്ലാം പറയുന്നത്. അത് കേട്ട രഘു പറയും, എന്റെ ഭാര്യയും അതുപോലെയാണ്. അവൾക്ക് കുഞ്ഞു ജനിച്ചതിൽ പിന്നെ ഒന്നിനും താല്പര്യമില്ല. എന്നോട് പഴയതുപോലെ ഒരു സ്നേഹവുമില്ല. പിന്നെ അവളുടെ സൗന്ദര്യത്തിലും മാറ്റം വന്ന കാര്യമൊക്കെ രഘു പറയുന്നു. എന്നിട്ട് രഘു അവളുടെ കൈ പിടിച്ച് കയ്യിൽ കിസ് ചെയ്യും. ഉടനെ തന്നെ പ്രിയയാണെങ്കിൽ കൈ തട്ടിമാറ്റി വാഷ്റൂമിലേക്ക് പോവുകയാണ്. വാഷ്റൂമിൽ നിന്ന് പ്രിയ പുറത്തേക്ക് വരുന്ന സമയം രഘു അവിടേക്ക് വന്നിട്ട്, എന്റെ അങ്കിൾ വന്നിട്ടുണ്ട്, നമ്മൾ രണ്ടാളെയും കണ്ടാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുന്ന സമയം തന്നെ പ്രിയ അവനെ കിസ് ചെയ്യുന്നു. അവനൊട്ടും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഉടനെ തന്നെ രഘു, ഞാൻ അങ്കിളിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്കിളിനടുത്തേക്ക് പോയി. അങ്കിളിനടുത്ത് സംസാരിച്ചിട്ട് നേരെ പ്രിയക്കടുത്ത് വന്നിട്ട്, അയാൾക്ക് ഞാൻ വിവാഹം കഴിച്ചതുപോലും ഓർമ്മയില്ല, എന്തിനാണോ എന്തോ ഞാൻ പോയി അയാളോട് സംസാരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാളും പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് രഘു ആണെങ്കിൽ അവളുടെ കൈ പിടിച്ചിട്ട് രണ്ടാളും റൊമാൻസ് ചെയ്യുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പറയും, നമുക്ക് പബ്ബിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് തീരുമാനിച്ച് രണ്ടാളും പബ്ബിന് പുറത്തു വരുന്ന സമയമായിരുന്നു പ്രിയയ്ക്കൊരു കോൾ വന്നതും. അതവളുടെ കുഞ്ഞിനെ നോക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിരുന്നു. അവരാണ് വിളിച്ചതും. എത്രയും വേഗം വീട്ടിൽ വരണമെന്ന് പറഞ്ഞതിനാൽ എനിക്ക് കുഞ്ഞിനടുത്തേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് രഘുവിനോട് യാത്ര പറഞ്ഞ് പ്രിയ നടന്നു പോകുന്ന സമയം രഘു ഉടനെ തന്നെ അവളുടെ കൈ പിടിച്ച് പബ്ബിന് മുകളിലുള്ള ടെറസിലേക്ക് പോയി. എന്നിട്ട് അവിടെ വെച്ച് അവളെ കിസ് ചെയ്യുകയും രണ്ടാളും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് പ്രിയ തന്റെ ഫ്ളാറ്റിൽ ബെഡിൽ നിന്നും ഉറക്കമുണരുന്നതാണ്. അടുത്തവളുടെ മകളും കിടപ്പുണ്ട്. എന്നിട്ട് പ്രിയ ഉടനെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്കും പോകുന്നു. അവിടെ അവളുടെ ഭർത്താവ് നിന്ന് ജോലി ചെയ്യുകയാണ്. പുറകിലോട് ചെന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നു. ഭർത്താവ് മറ്റാരുമല്ല, രഘു തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചില പ്രശ്നങ്ങളുണ്ടായി. പ്രണയിക്കുന്ന സമയത്ത് അവരൊരുപാട് പ്രണയിച്ചിരുന്നു. വിവാഹശേഷം പഴയ പ്രണയമില്ല. കുഞ്ഞു ജനിച്ചതിന് ശേഷം ഒട്ടും തന്നെ ഇല്ലെന്ന് പറയാം. അങ്ങനെയാണ് അവർ ആ ഒരു തീരുമാനത്തിലെത്തിയത്. രണ്ട് സ്ട്രേഞ്ചേഴ്സിനെ പോലെ പെരുമാറി അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ ആ ഒരു രീതിയിലൊക്കെ പെരുമാറിയതും. അവർക്കിടയിൽ എന്താണ് പ്രശ്നമെന്ന് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി. ഇനിയെങ്കിലും ഈ പ്രശ്നമെല്ലാം പരിഹരിച്ച് നമ്മുടെ വിവാഹ ജീവിതം സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് രണ്ടാളും പ്ലാൻ ഇടുന്നു. എല്ലാ പ്രശ്നങ്ങളും അവർ പറഞ്ഞു പരിഹരിച്ച ശേഷം രഘുവാണെങ്കിൽ സോഫയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പ്രിയ തന്റെ ടീഷർട്ടും അഴിച്ച് രഘുവിനടുത്തേക്ക് ചെല്ലും. രണ്ടാളും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടുകയാണ്. അവർക്കിടയിലുള്ള ദാമ്പത്യ ജീവിതം വീണ്ടും സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് കോളേജ് പ്രൊഫസറായ ദേവിയാണ് കാണിക്കുന്നത്. ദേവി ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നതും. ദേവി അവളുടെ അമ്മായിയച്ഛനോട്, ഞാൻ പോവുകയാണ്, ഇന്ന് ഞാൻ മിലിറ്ററി ക്യാമ്പിൽ പോയിട്ടേ വരൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ്. എന്നിട്ട് ദേവി നേരെ കോളേജിലേക്കും വരുന്നു. ദേവി അവിടെ ഇരുന്ന് തന്റെ കൂട്ടുകാരിയായ മറ്റൊരു ടീച്ചറിനോട് സംസാരിക്കുന്ന സമയത്താണ് ദേവിയുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാകുന്നത്. ദേവിയുടെ വിവാഹം കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം പട്ടാളത്തിലായിരുന്ന ഭർത്താവിനെ പെട്ടെന്ന് കാണാതായി. ഇതുവരെയും ഒരു വിവരവുമില്ല. 10 വർഷമായി. ഒരു വിവരവും അവിടെ നിന്ന് കിട്ടുന്നതുമില്ല. 10 വർഷമായിട്ടും ഭർത്താവിനെ പറ്റി അന്വേഷിച്ചു തന്നെ ദേവി നടക്കുകയാണ്. ദേവിയുടെ ജീവിതവും പാഴിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ആ കാര്യവും ടീച്ചർ സങ്കടത്തോട് ദേവിയോട് ചോദിക്കുന്നുമുണ്ട്.
തന്റെ ഭർത്താവിന്റെ കാര്യം അന്വേഷിക്കുവാനായിട്ട് മിലിറ്ററി ക്യാമ്പിലേക്ക് പോകുന്നെന്ന് ദേവി പറഞ്ഞത് കള്ളമായിരുന്നു. ദേവി നേരെ വന്നത് തന്റെ സ്കൂൾ ഫ്രണ്ടായ രവിയെ കാണുവാനായിട്ടായിരുന്നു. രവിയുള്ള സ്ഥലത്തേക്ക് ദേവി എത്തും. രണ്ടാളും സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദേവി പറയുന്നുണ്ട്, നീ എന്നെ പണ്ടേ പ്രണയിച്ചിരുന്നല്ലേ, പക്ഷെ നീ ഒഴികെ ബാക്കി എല്ലാവരും ആ കാര്യം എന്നോട് പറഞ്ഞു. നിനക്ക് എന്താ ധൈര്യമില്ലാത്തത് എന്നൊക്കെ ചോദിച്ച് രണ്ടാളും ചിരിക്കുകയാണ്. അപ്പോൾ രവി പറയും, നീ പണ്ടത്തതുപോലെ തന്നെ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. പിന്നെ നിന്റെ അക്കൗണ്ട് ഈ ഒരിടയ്ക്കാണ് ഞാൻ കണ്ടെത്തിയത്. അന്നും എനിക്ക് ധൈര്യമില്ലായിരുന്നു നിനക്ക് മെസ്സേജ് അയക്കുവാനായിട്ട്. പിന്നീട് ധൈര്യത്തിൽ ഞാനങ്ങ് മെസ്സേജ് അയച്ചു എന്നും രവി പറയുന്നു. നിനക്ക് ഇതേ നാണവും തന്നെയായിരുന്നു പണ്ടും ഉണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ നീ എന്നോടത് തുറന്നു പറയാതിരുന്നത്. നീ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്റെ തീരുമാനം മറ്റൊന്നായിരിക്കും. ചിലപ്പോൾ ഞാൻ നിന്നെ വിവാഹം കഴിക്കുമായിരുന്നുവെന്നും ദേവി പറയുകയാണ്. അങ്ങനെ രണ്ടാളും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവരാദ്യം പരിചയപ്പെട്ടപ്പോൾ ഫോൺ നമ്പറൊക്കെ കൈമാറിയിരുന്നല്ലോ. അപ്പോൾ ദേവി തന്റെ ഭർത്താവിനെ കാണാതെ പോയ കാര്യം പറയുന്നു. ഭർത്താവിനെ കാണാതെ പോയത് എങ്ങനെയാണെന്ന് രവി ചോദിക്കുന്ന സമയത്ത് ദേവി പറയുന്നുണ്ട്, മുൻപ് എപ്പോഴും എന്നെ കോൾ ചെയ്യുമായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് കോൾ ചെയ്യുന്നത് സ്റ്റോപ്പായി. ഉയർന്ന ഉദ്യോഗസ്ഥനോട് അന്വേഷിച്ച സമയത്ത് പാകിസ്ഥാൻ പട്ടാളം കടത്തിക്കൊണ്ടു പോയെന്നാണ് പറഞ്ഞതെന്നും ദേവി പറയുകയാണ്. രവിക്കൊരു മകളുണ്ട്. രവി ഉടനെ തന്നെ മകളെ വീഡിയോ കോൾ വിളിച്ച് ദേവിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം അവരുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ദേവി വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ ദേവി നല്ല ഹാപ്പിയാണ് അപ്പോഴെല്ലാം. എന്നിട്ട് ദേവി ചോദിക്കും, ഇതുവരെയും എന്നോട് സംസാരിച്ചിട്ട് നീ നിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞില്ലല്ലോ. ഭാര്യയെ കുറിച്ച് പറയുവാനായും പറയുന്നു. ഭാര്യയുടെ കാര്യം പറഞ്ഞതും രവിയുടെ മുഖം ആകെ വിഷമത്തിലാകുന്നു. എന്തെന്ന് വെച്ചാൽ രവിയുടെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്ന് മരണപ്പെട്ടു. ആ കാര്യം കേട്ടതും ദേവിയാണെങ്കിൽ രവിയെ ആശ്വസിപ്പിക്കുവാനായിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ രവിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ദേവിക്കും ഞാൻ പെട്ടെന്ന് തന്നെ അവനെ കെട്ടിപ്പിടിച്ചു പോയല്ലോ, എന്ത് ചെയ്യുമെന്ന് ദേവിയും ചിന്തിച്ച് കൈയെടുക്കുന്ന സമയത്ത് രവി തിരികെ അവളെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരും അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം രവിയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. ഡ്രസ്സ് മാറി പുറത്തു വരുന്ന ദേവിയാണെങ്കിൽ അത് കാണുന്നു. നീ എന്താ ചിന്തിക്കുന്നത് എന്ന് ദേവി ചോദിക്കുന്ന സമയത്ത്, അല്ല, എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയല്ലോ. ഞാൻ നിന്നെക്കുറിച്ച് എന്താ എന്റെ മകളോട് പറയുക? അവൾ എങ്ങനെയാ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്? നിന്നെ വിവാഹം കഴിക്കുന്ന കാര്യമൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ ദേവി ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? നീ പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു. ഈ കാര്യം നീ വിട്. പെട്ടെന്ന് നമുക്കിടയിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി, അത് കുഴപ്പമില്ല. നീ ഒന്നിനെ കുറിച്ച് നീ ടെൻഷൻ ആകണ്ട. നീ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട. നീ എന്തിനാ ഇവിടെ വന്നത്? ജോലിയുടെ കാര്യത്തിനല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നീ പൊയ്ക്കോ. എന്നെ കുറിച്ച് നീ ആലോചിക്കണ്ട എന്നും ദേവി പറയുന്നു. ദേവിയും രവിയും സങ്കടത്തോടെയാണ് അവിടെ നിന്ന് പിരിഞ്ഞതും. ഒരു ഓട്ടോ വിളിച്ച് ദേവി തന്റെ വീട്ടിലേക്ക് വരും. എന്നാൽ വീടിന് മുന്നിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നത് ദേവി കാണുന്നു. എന്തെന്നറിയാൻ വയ്യാതെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് 10 വർഷം മുമ്പ് കാണാതെ പോയ അവളുടെ ഭർത്താവ് തിരികെ വന്നിരിക്കുന്നു. അത് കണ്ടതും ദേവി ഷോക്കായി. അപ്പോൾ അവൾ ചിന്തിക്കും, 10 വർഷമായി കാണാതെ പോയ തന്റെ ഭർത്താവ് താനൊരു തെറ്റ് ചെയ്തപ്പോൾ തിരികെ വന്നിരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഭർത്താവിനും ഒരുപാട് സന്തോഷമായി. ദേവിയോട് സംസാരിക്കുന്ന ഭർത്താവ് താൻ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പിടിയിലായെന്നും അവിടെ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം അവളോട് തുറന്നു പറയുന്നു. അത് കേട്ട് സങ്കടം വന്ന ദേവിയാണെങ്കിൽ താൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്ന കുറ്റബോധത്തിൽ എല്ലാ കാര്യവും ഭർത്താവിനോട് തുറന്നു പറയുവാനായും തീരുമാനിച്ചു. ഭർത്താവ് സ്മോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം ഭർത്താവിനടുത്തേക്ക് എത്തിയ ദേവിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം മുൻപേ വന്നിരുന്നുവെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് ദേവി കരയും. ദേവിയുടെ ഭർത്താവ് വളരെ പാവമാണ്, നല്ല സ്വഭാവക്കാരനാണ്. കുറച്ചു നേരം ആലോചിച്ചു നിന്ന ദേവിയുടെ ഭർത്താവ് അവളോട് ചോദിക്കും, നീ എന്താ പറഞ്ഞത്? ഒരു ദിവസം മുൻപേ വന്നിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന്. ഒരു ദിവസം മുൻപെയാണ് ഞാൻ വന്നതെന്ന് നീ ചിന്തിക്കേ. ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നിന്റെ ജീവിതത്തിൽ നടന്നിട്ടേ ഇല്ല എന്ന് നീ കരുതണം. ഇന്ന് വരെ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. നാളെ മുതൽ നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണെന്ന് ഭർത്താവ് അവളോട് പറഞ്ഞു. ദേവിയും അതിന് സമ്മതിച്ചു. അങ്ങനെ 3ാമത്തെ എപ്പിസോഡും അവിടെ അവസാനിക്കുകയാണ്. 4ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് ദീപക് എന്നൊരു പയ്യൻ തന്റെ റൂമിലേക്ക് കയറി വരികയാണ്. അവിടെ എല്ലാം അലങ്കോലമായി കിടക്കുന്നുണ്ട്. അവിടെ അവൻ ആരെയോ അന്വേഷിക്കുകയാണ്. അതാരാണെന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് കാണിക്കുന്നത്. ദീപക് IAS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു. ദീപക് ഒറ്റയ്ക്ക് താമസിച്ച് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് കഷ്ടപ്പെടുന്നത് കണ്ട അച്ഛനാണെങ്കിൽ നാട്ടിൽ നിന്നും വിദ്യ എന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ഈ വിദ്യയുടെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ കാരണം ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ടാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നതും. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ചിന്തിക്കും, ഇത്രയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഒരു പയ്യനൊപ്പം അച്ഛൻ നിർത്തിയിട്ട് പോകുന്നത് എന്തിനാണെന്ന്. യഥാർത്ഥത്തിൽ വിദ്യ അവനേക്കാൾ പ്രായത്തിന് മൂത്തതാണ്. അതുകൊണ്ടാണ് നിർത്തിയിട്ട് പോകുന്നതും. അച്ഛൻ വന്ന സമയം സ്ഥിരം
സ്ഥിരമായിട്ട് അവന് മോഹിനി എന്നൊരു പെണ്ണ് ഫോൺ വിളിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിക്കുന്നത്, ആ ഒരു കാര്യം നിനക്ക് ഓർമ്മ വേണമെന്ന് അവനോട് പറഞ്ഞിട്ടാണ് പോകുന്നതും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വിദ്യയായിരുന്നു. വിദ്യക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടായിരുന്നു. അതറിയാവുന്ന ദീപക്, നിനക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ പഠിപ്പ് അവസാനിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അത് വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ എന്റെ വീട്ടിൽ ഉറപ്പിച്ചിരിക്കുന്ന വിവാഹം എനിക്ക് ഒട്ടും ഇഷ്ടമേ അല്ലെന്നും വിദ്യ പറയുന്നു. അങ്ങനെ നല്ല വാശിയോട് കൂടി വീട്ടിലിരുന്ന് പഠിക്കുകയാണല്ലോ ദീപക്. അതെല്ലാം മാറി നിന്ന് നോക്കുകയാണ് വിദ്യ. വിദ്യ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് അവൻ അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ നോക്കുമ്പോൾ വിദ്യ അവിടെയുണ്ട്. എന്താ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയല്ലേ, എന്തെങ്കിലും ഹെൽപ്പ് വേണമോ എന്നറിയാൻ വേണ്ടിയിട്ടാ വന്നത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ പഠിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും വിദ്യ പറയുന്നു. ഇതെന്താ പഠിക്കുന്നത്, ഇതെന്താ ബുക്കുകള് എന്നൊക്കെ ചോദിച്ച് വിദ്യ അവനെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അവൻ ആ ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അവളാണെങ്കിൽ ബുക്കിലുള്ള കാര്യങ്ങളല്ല കേൾക്കുന്നത്, അവനെ തന്നെയാണ് ശ്രദ്ധിച്ചു നിൽക്കുന്നതും. അവന്റെ നിഴലിനോട് ചേർന്ന് വരുന്ന രീതിയിൽ അവളുടെ നിഴലും കൊണ്ടുവരുന്നു. എന്നിട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് പ്രസന്റിൽ ദീപക് കരയുകയാണ്. വിദ്യ അവനെ വിട്ടു പോയിരിക്കുന്നു. വിദ്യയുടെ ഒരു ഷോൾ എടുത്തു വെച്ചിട്ടാണ് അവൻ പൊട്ടിക്കരയുന്നതും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ദീപക് വിദ്യയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കൽ മഴയത്ത് തുണി പറക്കുവാനായി പോയ സമയം വിദ്യയാണെങ്കിൽ അവിടെ ദീപക് ഇരിക്കുന്നതും കാണുന്നുണ്ട്. കാറ്റടിച്ച് അവളുടെ ഡ്രസ്സ് മാറിയപ്പോൾ ദീപക് അവളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയുവാനായിട്ട് അവൾ തിരിഞ്ഞു നോക്കി. പക്ഷെ ദീപക് അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ദീപക് അവളെ ശ്രദ്ധിച്ചിരുന്നു. അവളുടെ വയറിലാണ് നോക്കിയതും. അവൾ തിരിഞ്ഞു നോക്കിയതും അവളുടെ ബാക്കിലായിട്ട് ദീപക് നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ തുണിയും എടുത്ത് വിദ്യ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിദ്യ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ദീപക് കാണുന്നു. കാര്യം തിരക്കിയിട്ട് അവളെ കോഫി കുടിക്കുവാനായി ക്ഷണിച്ചു. അവൾ ആ സമയത്ത് കാര്യം എന്തെന്ന് തുറന്നു പറഞ്ഞു. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് താൻ കരയുന്നത് എന്നായിരുന്നു അവൾ പറഞ്ഞത്. അതേസമയം ദീപക്കും അവന്റെ വിഷമം വിദ്യയോട് തുറന്നു പറയുകയാണ്. ഈ മോഹിനിയെ പറ്റിയാണ് പറയുന്നതും. മോഹിനി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ദീപകിനെ പ്രപ്പോസ് ചെയ്തതാണ്. എന്നാൽ അവൾ മോഡേൺ പെൺകുട്ടിയായതിനാൽ ദീപകിന് അവളെ അത്ര ഇഷ്ടമേ അല്ല. പബ്ലിക്കായിട്ട് അവനെ കിസ് ചെയ്യാനായി ശ്രമിക്കുകയും അവനോട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാൻ പറ്റുമോ എന്നൊക്കെ അവൾ ചോദിച്ചിരുന്നു. അതൊന്നും അവൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് മോഹിനി അവൻ അവോയ്ഡ് ചെയ്തതും. ആ കാര്യങ്ങളെല്ലാം അവൻ പറയുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം മോഹിനി വിളിക്കുമ്പോൾ കോൾ എടുക്കാറേ ഇല്ലെന്നും ദീപക് പറയുകയാണ്. എന്നിട്ട് ദീപക് ഒരു കാര്യം കൂടി പറയും. വിദ്യയെ കണ്ട ആദ്യ ദിവസം മുതൽ അവളോട് മറ്റൊരു രീതിയിലുള്ള മോഹം തോന്നിയിരുന്നു, മോഹിനിയോട് തോന്നാത്തത്. എനിക്ക് നിന്നോടൊപ്പം ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടണമെന്ന് അവൻ തുറന്നു പറഞ്ഞു. എന്നാൽ അത് കേട്ട വിദ്യയാണെങ്കിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വിദ്യ അവനുമായി ഗ്യാപ്പിട്ടു. അവനാണെങ്കിൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായും പറ്റുന്നില്ല. അവൻ കൂട്ടുകാരനെ വിളിച്ചിട്ട് വിദ്യയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് വിദ്യയോടൊപ്പം ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടണം, ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഇനി എക്സാമിന് 10 ദിവസമേ ഉള്ളൂ എന്നും പറയുകയാണ്. കൂട്ടുകാരനോട് ആ കാര്യം പറഞ്ഞ് ഭ്രാന്തനെ പോലെ അവിടെ ഉണ്ടായിരുന്ന ബുക്കുകളെല്ലാം വാരി എറിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നു. ഇനി താൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ വിദ്യയാണെങ്കിൽ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. പുറത്തു പോയിട്ട് വന്ന ദീപകാണെങ്കിൽ അവിടെ വിദ്യയെ കാണില്ല. ആ സീനാണ് തുടക്കത്തിൽ കാണിച്ചതും. അങ്ങനെ ദീപക് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. അവളുടെ ഒരു ഷോൾ എടുത്തു വെച്ചിട്ടാണ് കരയുന്നതും. എന്നാൽ അതേസമയം തന്നെ അവൻ ആ ഷോളിന് മുന്നിലൂടെ വിദ്യയെ കാണാനായും പറ്റുന്നുണ്ടായിരുന്നു. വിദ്യയാണോ അതെന്ന് നോക്കുവാനായിട്ട് അവൻ ഷോൾ മാറ്റിയതും അത് യഥാർത്ഥത്തിൽ വിദ്യ തന്നെയായിരുന്നു. കാരണം അവൻ ഇനി ഒരു 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എന്നിട്ട് വിദ്യ അവന്റെ ദേഹത്തേക്ക് കിടന്നിട്ട് അവനോട് ചോദിക്കും, ഇനി ഒരു 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ എക്സാമിന്, എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, അതിനുശേഷം നന്നായി പഠിക്കണം, എക്സാം നന്നായി അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടുകയാണ്. അടുത്ത ദിവസം ഉറക്കമുണരുന്ന ദീപകാണെങ്കിൽ വിദ്യ അവിടെ കാണില്ല. വിദ്യ ഒരു ലെറ്റർ എഴുതി വെച്ചിരുന്നു, ഓൾ ദി ബെസ്റ്റ് എന്ന്. അതിനുശേഷം അവൾ നാട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് അവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞു എന്നൊന്നും കാണിക്കുന്നില്ല. അവന് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവൾ ആ ഒരു ത്യാഗം ചെയ്തതും. അതോടുകൂടി 4ാമത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.